നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷമാണ് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റുന്നത്. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ആഷ് വാല്യൂ മാറിയതും സംവിധായകൻ ബാലചന്ദ്രകുമാർ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയതും ഉൾപ്പെടെ അതിസങ്കീർണമായ നാൾവഴികളിലൂടെയാണ് കേസ് കടന്നുപോയത്. വിചാരണ കോടതിയുടെ നിഷ്പക്ഷതയിൽ സംശയമുന്നയിച്ച് നടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 2017 ഫെബ്രുവരി 17 രാത്രി കൊച്ചി നഗരത്തിലൂടെ സഞ്ചരിച്ച കാറിൽ നടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി. നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പ്രതി പൾസർ സുനി പകർത്തുകയും ചെയ്തു. ആദ്യം ഡ്രൈവർ മാർട്ടിനാണ് അറസ്റ്റിലായത്. പിന്നാലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ശക്തമാക്കി. പോലീസിനെ വെട്ടിച്ച് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ പൾസർ സുനിയെ ബലം പ്രയോഗിച്ച് കോടതി മുറിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2017 ജൂൺ 28 13 മണിക്കൂറാണ് ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ജൂലൈ 10 ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആദ്യ കുറ്റപത്രത്തിന് പുറമെ നവംബറിലാണ് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2018 വനിതാ ജഡ്ജി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിക്കുകയും ജഡ്ജി ഹണി എം വർഗീസിനെ ഹൈക്കോടതി നിയമിക്കുകയും ചെയ്തു. 2020 ജനുവരിയിലാണ് കേസിൽ വിചാരണ ആരംഭിച്ചത്. 2021 സുപ്രധാനമായ വെളിപ്പെടുത്തലുകളുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്തെത്തുന്നത്. പിന്നീട് ഇയാളുടെ രഹസ്യമൊഴിയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. 2023 ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ചൂണ്ടിക്കാണിച്ച് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. 3 തവണ ഹാഷ് വാല്യൂ മാറിയെന്നാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത്. 2025 ഏപ്രിലിൽ അന്തിമവാദം പൂർത്തിയായ ശേഷം മറ്റു വ്യക്തതകൾ കൂടി വരുത്തിയ ശേഷമാണ് ഇപ്പോൾ കേസ് വിധി പറയാൻ മാറ്റുന്നത്. മീഡിയ 1 കൊച്ചി.